ടോക്ക് വിത്ത് ഇജയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചിലർക്ക് മുഖവര ഇല്ലാതെ തന്നെ പരിചയപ്പെടേണ്ടി വരും. സെൻസായി കെ വിനോദ് കുമാർ അങ്ങനെ ഒരാളാണ്. പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 38 വയസ്സായെന്ന്. സത്യത്തിൽ താങ്കൾക്ക് എത്ര വയസ്സായി? വയസ്സ് അക്കത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് മാർഷൽ ആർട്സ് പരിശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രായം ഓർമ്മിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രായത്തെ പറ്റിയിട്ട് ഞാൻ ശരിക്കും ചിന്തിക്കാറില്ല. എന്നാലും ഞാൻ 39 പറയും. ഏകദേശം അതിന്റെ ഇരട്ടിയായ. എത്ര വർഷമായി ഈ കരാട്ടെ എന്ന രംഗത്തേക്ക് വന്നത്? കരാത്തെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശീലനം തുടങ്ങിയിരുന്നു. മാർഷൽ ആർട്സിന്റെ, അതായത് ആയോധന കലയുടെ ഗുരു ആദ്യം എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു കളരി ഗുരുക്കളും കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിലൂടെയാണ് മാർഷൽ ആർട്സിന് തുടക്കം ഇട്ടത്. അതിനുശേഷം കരാത്തയിൽ ആദ്യമായിട്ടുള്ള ഒരു ഗുരു എന്ന് പറഞ്ഞ ഒരു ബാലൻ മാസ്റ്റർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയിലൂടെയാണ് കരാത്തെ പരിശീലനം ആരംഭിച്ചത്. ഇന്ന് പിന്നെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒതുങ്ങി നിൽക്കാതെ ദൈവാധീനം കൊണ്ട് മറ്റ് ജില്ലകളിലേക്കും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 1986, അതായത് 39 വർഷമായി കരാട്ടെ പരിശീലകനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. താങ്കളുടെ ശൈലി ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? അതിന്റെ പേര്? ശരിക്കും പഠനത്തിൽ ആദ്യം തുടങ്ങുന്നത് ഞാൻ മറ്റ് സ്റ്റൈലുകളായിരുന്നു. ഷോറിൻഡ്യൂ എന്ന് പറഞ്ഞ സ്റ്റൈൽ പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ബെൽറ്റ് എടുത്തത് ഗോജോറിയിലായിരുന്നു. അതുപോലെ തന്നെ ഷിട്ടോറിയോ എന്ന് പറഞ്ഞ സ്റ്റൈല് കുറച്ച് പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫോളോ അപ്പ് ചെയ്യുന്നത് ഷോട്ടോക്കാൻ. എത്രയോ വർഷങ്ങളായിട്ട് ഷോട്ടോക്ക എന്ന് പറഞ്ഞ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഇത് ബേസ് എല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ? ശരിക്കും കരാട്ടയിൽ ബേസ് എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഒരു കത്ത എന്ന് പറഞ്ഞ ഈവെന്റിന്റെ അകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സ്റ്റൈലിനെ മാറ്റി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. ഫൈറ്റിംഗ് വരുമ്പോഴും എല്ലാ സ്റ്റൈലുകളും ഒന്ന് തന്നെയാണ്. നമുക്ക് പിന്നെ ഞാനിപ്പോ ചോദിക്കുന്നത്, എത്ര വർഷമായി? 39 വർഷമായി. 39 വർഷത്തിനിടയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടാവും? ഏകദേശം ഇപ്പോൾ 1,00,000-ൽ പരം സമ്പത്തുകളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഒരു കരാട്ടയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സമ്പത്ത് എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളെ സമ്പത്ത് നമ്മളെ ശിഷ്യന്മാരാണ് യഥാർത്ഥത്തിൽ. അതില് പിന്നെ എവിടെയൊക്കെയാ നമുക്ക് ഇപ്പൊ പറഞ്ഞല്ലോ, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, മറ്റ് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതെ അതെ. എത്ര ബ്രാഞ്ചുകളുണ്ട്? എവിടെയൊക്കെയാണ് ഇപ്പം കേരളത്തിൽ? കേരളത്തിൽ ഏകദേശം ഒരു 500-ൽ കൂടുതൽ ബ്രാഞ്ചുകളുണ്ട്. ഓരോ ജില്ലകൾ മൊത്തം നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഏകദേശം ഒരു 10-12 ജില്ലകളിൽ നമ്മളെ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലുണ്ട്, പിന്നെ ഖത്തറിലുണ്ട്, UAE-യിലുണ്ട്, ബഹറിലുണ്ട്. എല്ലാ വർഷത്തിലും ഞാൻ അവിടെ പോയിട്ട് കുട്ടികൾക്ക് പരിശീലനം നൽകാറുണ്ട്. അതുപോലെ തന്നെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് പിന്നെ സെമിനാർ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഇൻസ്ട്രക്ടർമാർ, എൻ്റെ കീഴിലുള്ള ഇൻസ്ട്രക്ടർമാർ പോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും മാർഷൽ ആർട്സിനൊക്കെ, അതല്ലെങ്കിൽ ആയോധന കലകൾക്കൊക്കെ, അല്ലെങ്കിൽ ഇത്തരം ട്രെയിനിങ്ങുകൾക്കൊക്കെ നമ്മുടെ യൂത്തിൻ്റെ ഇടയ്ക്ക്, ചെറുപ്പക്കാരുടെ ഇടയ്ക്ക്, കുട്ടികളുടെ ഇടയ്ക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മയക്കുമരുന്ന് ഇതുപോലുള്ള ദൂഷ്യത്തിൻ്റെ ഫലങ്ങളും നമ്മൾ അമ്മേനെ വരെ വെട്ടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്.
അമ്മേനെ വെട്ടുന്നു, അച്ഛനെ കൊല്ലുന്നു, ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് പുതിയ തലമുറയോട് എന്താണ് സെൻസായിക്ക് പറയാനുള്ളത്? പുതിയ തലമുറയോട് പറയാനുള്ളത് ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് ഇത്തരം ആയോധന കല പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം സാറ് പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. കാരണം സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു പുറത്തുനിന്ന് നമുക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും പെൺകുട്ടികൾ പോലും വഴിതെറ്റി പോകുന്ന ഒരു കാഴ്ച കാണാം നമുക്ക്. സാറ് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് അച്ഛനെയും അല്ലെങ്കിൽ പെങ്ങന്മാരെയും അമ്മയെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മയക്കുമരുന്നാണ് പുതുതലമുറകൾ ഉപയോഗിക്കുന്നത്. മറ്റൊരു സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് മാറാരോഗങ്ങൾ നമുക്ക് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, പകർച്ചവ്യാധികൾ, പിന്നെ പുത്തൻ അസുഖങ്ങൾ, പേര് പോലും കേട്ട് കേൾവിയില്ലാത്ത അസുഖങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ആയോധന കല പരിശീലിക്കുമ്പോൾ ആരോഗ്യത്തിനെ പറ്റിയൊരു ബോധം നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നു, ഒന്ന് ജനിക്കുന്നു. അപ്പൊ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു പ്രവൃത്തിയിലും ഒരു പുതുതലമുറ നമ്മൾ കടന്നു പോകില്ല. അതുകൊണ്ട് ഇത്തരം ആയോധന കലാ കേന്ദ്രങ്ങൾക്ക് ഇത്തരം കാര്യത്തിൽ വലിയൊരു പ്രശസ്തിയുണ്ട്. ഇത് ഞാൻ പറയട്ടെ, നമ്മൾ ഒരു ഇത്ര വർഷത്തെ പരിചയത്തിന് പറയുമ്പോൾ ഒരു സെൻസായിയാണ് താങ്കൾ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തിലൊക്കെ ശരിക്ക് ഈ കരാട്ട പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതല്ലേ? ശരി, നല്ലൊരു ചോദ്യമാണ് സാർ ചോദിച്ചത്. ഞാനും ഒക്കെ അത് ചിന്തിച്ചാണ്. ഒരുപാട് ബുക്സുകൾ കൊണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. വേണ്ടെന്നും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് സിലബസ് ഉണ്ട്. ആ സിലബസിന്റെ അകത്ത് ഇത്തരം ആയോധന കല പഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അതൊരു സ്കൂളിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട കാലഘട്ടം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും വേണ്ടതാണ്. ഇപ്പം സ്കൂൾ തലങ്ങളിൽ കരാട്ടെ ഒരു സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് വലിയൊരു നേട്ടമാണ് നമുക്ക് പറയാനുള്ളത്. സ്കൂൾ ബേസിൽ ഉപജില്ല, ജില്ല, സംസ്ഥാന ലെവലിലൊക്കെ ചാമ്പ്യൻഷിപ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ പാഠ്യപദ്ധതിയിൽ കരാട്ടേനെ ഉൾപ്പെടുത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കറക്റ്റ്. എൻ്റെ മോനിവിടെ കരാട്ടെ ക്ലാസ് പഠിക്കുന്നത് ഏകദേശം 1 വർഷം കഴിഞ്ഞു. എനിക്ക് ആദ്യമൊന്നും കരാട്ടയോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലേനു. പിന്നീട് എപ്പോഴൊന്നും അറിയില്ല, എൻ്റെ മനസ്സിൽ കരാട്ട എന്ന് പറഞ്ഞൊരു എന്തോന്നറിയില്ല, എനിക്ക് പഠിക്കണം തോന്നി. ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസമായത്. ഞാൻ ഇന്റർ ജോഡോ മത്സരത്തിൽ പങ്കെടുത്തിനു. സിൽവർ വത്സരാജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിലെനിക്ക് സിൽവർ ഗോൾഡ് കിട്ടീന്. എൻ്റെ ഇനിയിപ്പോൾ അടുത്ത പോലെ ഞാൻ എൻ്റെ മോളെ ഇവിടെ ചേർക്കും. പിന്നെ മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഞാൻ കൊച്ചി വിനോദ് കുമാർ സാറിൻ്റെ ശിക്ഷണം തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. സാറ് തരുന്ന ശിക്ഷണമാണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. ഇതിനെ കൊണ്ട് എല്ലാവരും പറയും സ്റ്റഡീസ് ആയാലും ബാധിക്കും, പക്ഷെ ഇതിനെ കൊണ്ട് സ്റ്റഡീസിനായാലും ഭയങ്കര ഉപകാരമാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മെഡിറ്റേഷനിലൂടെയാണ്. അത് ഓർമ്മശക്തിയും എല്ലാം വർദ്ധിപ്പിക്കാനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ കോശി വിനോദ് കുമാർ സാറിൻ്റെ കീഴിൽ ഏകദേശം 10 വർഷമായി കരാട്ടെ അഭ്യസിച്ചു വരുന്നു. സാറിൻ്റെ ശിക്ഷണത്തിൽ കരാട്ടെ പഠിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കരാട്ടെ കേവലം സെൽഫ് ഡിഫെൻസ് മാത്രമല്ല, അതുകൂടാതെ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും
എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ആയോധന കലയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 38ാമതും 39ാമതും ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാൻ സാധിച്ചത് ഞാൻ വളരെ സന്തോഷവതിയാണ്. പിന്നെ ഒരു കാര്യം, ഈ അച്ഛനിൽ നിന്ന് പഠിച്ചു ആയോധന കല, കളരി മുതൽ ഇങ്ങോട്ട് പഠിച്ചു വന്നു, പിന്നെ കരാട്ടയിലേക്ക് മാറി. സ്വന്തം കുടുംബത്തിൽ എങ്ങനെയാണ് ഈ കരാട്ടയിലുള്ള ഭാര്യ, കുട്ടികൾ ഒക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് പറയാമോ? ആദ്യ കാലഘട്ടത്തിൽ കരാത്തെ എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ അംഗീകരിക്കാത്തൊരു മാർഷൽ ആർട്സ് ആയിരുന്നു. ജനങ്ങൾ കരാട്ടയിൽ പോയാൽ തന്നെ, ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ കരാത്തെ പരിശീലനത്തിന് ഒരാൾ പോയാൽ തന്നെ വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടൊന്നുമില്ല. കാരണം അത്രമായ അന്ധമായ വിശ്വാസമായിരുന്നു. TB വരും, അല്ലെങ്കിൽ ഭയങ്കര അപകടം പതിയിരിക്കുന്ന ഒരു മാർഷൽ ആർട്സ് ആണ്, നമ്മളെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നുള്ള തുല്യമായിരുന്നു. പക്ഷെ അത് ഇന്ന് മാറി. അതായത് കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയും ഒക്കെ മാർഷൽ ആർട്സിനെ അംഗീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ, സാറ് പറഞ്ഞ പോലെ. പക്ഷെങ്കിൽ എൻ്റെ മിസ്സീസിനും ഒക്കെ അല്ലെ വീട്ടുകാർക്കൊക്കെ കരാട്ടെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അത് പരിശീലിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടുകാർ. പക്ഷെ പിന്നീട് കാലത്ത് ഇതുകൊണ്ട് ഞാൻ തെളിയിച്ചു കൊടുത്തു ഇതിന്റെ വിജയം യഥാർത്ഥത്തിൽ. ജീവിതത്തിലെ ഈ പിന്നെ മകനും മകളും അല്ലേ ഉള്ളത്? അതെ അതെ, അവർ രണ്ടാളും കരാട്ടയിൽ അതെ അതെ. നാട്ടിൽ നമ്മൾ ശരിക്കും ഒരു കരാട്ടെ കുടുംബം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മിസ്സിസ് ഭാര്യ കരാട്ടയിൽ യെല്ലോ ബെൽറ്റ് ആണ്, മകള് 4th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. മായിക്കോളയിലെ ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു. ആ സമയത്താണ് വിവാഹം കഴിഞ്ഞത്. ഇപ്പം UP ഉത്തർപ്രദേശിലുള്ള, ഹസ്ബൻഡ് ആർമിയിൽ മെഡിക്കൽ കോറിലാണ് വർക്ക് ചെയ്യുന്നത്. അവള് അവിടെ UP ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം അവള് കരാട്ടയിൽ തന്നെ ജില്ലാ ലെവലില് 6 വർഷം തുടർച്ചയായിട്ട് ജില്ലാ ചാമ്പ്യൻ ആയതാണ്. സംസ്ഥാന ലെവലില് വിന്നറായ ആളായിരുന്നു. ഗാന വിനോദ് എന്നാ പറയാ. 4th മകൻ ഇപ്പോൾ കരാട്ടെ ഇൻസ്ട്രക്ടർ ആണ്, 3rd ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ആണ്, ഒരുപാട് തവണ സംസ്ഥാന ചാമ്പ്യൻ ആണ്. ഈ വർഷം കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതി നടന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ അകത്ത് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അവൻ സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ വേണ്ട ഒരുക്കത്തിലാണ്. ജിയോൺ വിനോദ് എന്നാണ് മകന്റെ പേര്. ജിയോൺ എന്ന് പറയുന്നത് തന്നെ കരാട്ടേന്റെ പേരാണ്. കരാട്ടേന്റെ ഒരു കത്താസിന്റെ പേരാണ് ജിയോൺ എന്ന് പറയുന്നത്. ടെമ്പിൾ സൗണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ചൈനയിലെ ഒരു ബുദ്ധ സന്യാസിന്റെ പേരായിരുന്നു ജിയോൺ. ആ പേരാണ് എൻ്റെ മകന് ഞാൻ ഇട്ടത്. പേര് പറയുമ്പോൾ ഓർമ്മത് എൻ്റെ മകന് ഇട്ട പേര് നിഹോൺ എന്നാണ്. നമ്മളിപ്പോ അസോസിയേഷന്റെ പേര് നിഹോൺ ഷോട്ടോക്കാൻ കരാത്തെ അസോസിയേഷൻ എന്നാണ്. നിഹോൺ എന്ന് പറഞ്ഞാൽ ജപ്പാൻ ഒരു മീനിങ് ഉണ്ട്. അപ്പൊ മകനും ഞാൻ കരാട്ടേന്റെ പേരാണ് ഇട്ടത്, നിഹോൺ. സമ്പൂർണ്ണ കരാട്ട കുടുംബം. ഈ അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഏതുവരെ പങ്കെടുത്തിട്ടുണ്ട്? താങ്കൾക്ക് അതൊക്കെ ഈ അടുത്ത് തന്നെ കുറെ അവാർഡ് കിട്ടി, ഒന്ന് പരിചയപ്പെട്ടു. എനിക്ക് ഒരു ദൈവാധീനം കൊണ്ട് എനിക്ക് ഒരുപാട് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് നിന്ന് ഡയറക്റ്റ് പരിശീലനം കിട്ടിയിട്ടുണ്ട്. ജപ്പാനിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്റർനാഷണൽ ഷോട്ടോക്കാന്റെ മാസ്റ്ററായ മസായ കൊഹാമ 9th ഡാൻ ബ്ലാക്ക് ബെൽറ്റ്, അതുപോലെ തന്നെ സെൻസൈ ഇറ്റോഷി കസുയ 9th ഡാൻ ബ്ലാക്ക് ബെൽറ്റ്, അങ്ങനെ ഒട്ടനവധി വേൾഡിലുള്ള ലോകം അറിയുന്ന കരാട്ടെ മാസ്റ്റേഴ്സ് നിന്ന് ഡയറക്റ്റ് പരിശീലനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് 17 രാജ്യങ്ങൾ പങ്കെടുത്ത വിദേശത്ത് നടന്ന ഒരു ട്രെയിനിങ് ക്യാമ്പിൽ, ആ ട്രെയിനിങ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഖത്തറിലായിരുന്നു അത്. ഏകദേശം 17 രാജ്യങ്ങളിലെ കുട്ടികളുണ്ടായിരുന്നു അതിലാണ്. അതുകൂടാതെ ഈ അടുത്തായിട്ട് നടന്ന കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി മുതൽ നടന്ന 21-ാം തീയതി വരെ നടന്ന UAE വെച്ച് നടന്ന ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിന്റെ അംഗീകാരമാണ് വേൾഡ് കരാത്തെ ഫെഡറേഷൻ മാത്രമേ ഉള്ളൂ. ആ വേൾഡ് കരാത്തെ ഫെഡറേഷന്റെ ഏകദേശം 120 രാജ്യങ്ങൾ പങ്കെടുത്ത യൂത്ത് ലീഗ് കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കോച്ച് സെമിനാറിൻ്റെ അകത്ത് പങ്കെടുക്കാനുള്ള ഇന്ത്യൻ ടീമിലേക്ക് എനിക്ക് അവസരം ലഭിക്കുകയും കോച്ച് സെമിനാറിൽ ഡയറക്റ്റ് പങ്കെടുത്ത് ജയിച്ച് ഇന്ത്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു കോച്ചായി ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള കേരളത്തിലെ ആദ്യ ഒരു വ്യക്തിയും കൂടിയാണ്. വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ആദ്യ ഒരു വ്യക്തിയാണ്. ആ ഒരു ദൈവാനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ഇന്ത്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പോയത്. സാധാരണ നമ്മൾ ചില സർട്ടിഫിക്കറ്റുകളാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസത്തിനെ അടിസ്ഥാനപ്പെടുത്തുന്നത്, MA, ഡിഗ്രി, PG എന്നൊക്കെ പറഞ്ഞത്. കരാട്ടയ്ക്ക് ബെൽറ്റുകളാണ് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. താങ്കൾക്ക് ലഭിച്ച ബെൽറ്റുകളെ കുറിച്ച്? സർ, ബെൽറ്റുകളെ കുറിച്ച് പറയുമ്പോൾ കരാത്തയിൽ ആദ്യം തന്നെ വൈറ്റ് ബെൽറ്റ് ആണ് വരുന്നത്. മിക്ക സ്റ്റൈലുകളിലും വൈറ്റ് കഴിഞ്ഞാൽ യെല്ലോ, ഓറഞ്ച്, ഗ്രീന്, ബ്ലൂ, പർപ്പിൾ കഴിഞ്ഞാൽ ബ്രൗൺ 3 എണ്ണം ഉണ്ട്. ബ്രൗൺ 3rd, ബ്രൗൺ 2nd, ബ്രൗൺ 1st. അതിനുശേഷമാണ് ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്തിപ്പെടുന്നത്.
ഈ ബ്ലാക്ക് ബെൽറ്റ് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും കഴിഞ്ഞു, ബ്ലാക്ക് ബെൽറ്റോട് കൂടി കഴിഞ്ഞെന്ന് വയ്ക്കുക. പക്ഷേങ്കിൽ ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞാൽ തന്നെ ബ്ലാക്ക് ബെൽറ്റ് തന്നെ ഉണ്ട് 10 എണ്ണം. 10ാമത്തെ ചില സ്റ്റൈലുകൾ റെഡ് ബെൽറ്റ് എന്ന് പറയും, ചില സ്റ്റൈലുകൾ 10th ഡേ എന്ന് പറയും. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ എന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് സെക്കൻഡ് ഡേ എടുക്കുന്ന 2 വർഷം, സെക്കൻഡ് ഡിഗ്രി എടുത്ത് തേർഡ് ഡിഗ്രി എടുക്കുന്ന 3 വർഷം, തേർഡ് ഡിഗ്രി എടുത്തിട്ടുണ്ട് 4th ഡിഗ്രി എടുക്കുന്ന 4 വർഷം. അപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പം 7th ഡേ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ജപ്പാൻ ഗ്രേഡിംഗ് ആണ്. ജപ്പാൻ ഗ്രേഡിംഗ് വളരെ കുറവാണുള്ളത്. ഇന്റർനാഷണൽ ഗ്രാൻഡ് മാസ്റ്റർ അണ്ടറിൽ പോയിട്ട് ട്രെയിൻ ചെയ്ത് അവരുടെ അടുത്ത് എക്സാം അറ്റൻഡ് ചെയ്ത് കിട്ടുന്നതാണ് ജപ്പാൻ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ജപ്പാൻ മാഷാണ് എൻ്റെ എക്സാമിനർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് 7th ഡേ ബ്ലാക്ക് ബെൽറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 6th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ 7th ഡേ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഇനി ഞാൻ 8th ഡിഗ്രി എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇനി 8 വർഷം കഴിയണം. അങ്ങനെയാണ് അതിന്റെ പീരീഡ്. അപ്പൊ ഞാൻ 7th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ജപ്പാനാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞു ആദ്യം കളരി പഠിച്ചു, അച്ഛൻ്റെ അടുത്ത് നിന്ന് കളരി പഠിച്ചു, അതിനുശേഷം വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ കരാട്ടെ പഠിക്കാൻ പോയി. ഈ ആയോധന കലയിൽ ഈ കളരിയും കരാട്ടെ അല്ലാതെ വേറെ ഏതെങ്കിലും ആയോധന കലയായിട്ട് പരിചയം? തീർച്ചയായിട്ടും സാർ, എനിക്ക് ഒരു പ്രധാനമായിട്ട് ഒരു കാര്യം പറയുന്നത് കളരിയും കരാട്ടെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സംഗീതം പോലെയാണ്. ഒരു മനുഷ്യായുസ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റാത്തതാണ് മാർഷൽ ആർട്സ്. കരാട്ടേന്റെ അത്ര പ്രാവീണ്യം മറ്റ് ആയോധന കളിയിൽ ഞാൻ നേടിയിട്ടില്ലെങ്കിൽ കൂടിയും ഒരുപാട് മാർഷൽ ആർട്സ് എനിക്ക് പരിശീലിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് മണിപ്പൂർ മാർഷൽ ആർട്സ് താങ് ത എന്ന് പറയുന്നത് കളരിയായിട്ട് ഇവിടുത്തെ നമ്മുടെ കേരളത്തിന്റെ ആയോധന കലയായിട്ട് വളരെ സാമീപ്യമുള്ള ഒരു മാർഷൽ ആർട്സ് ആണ്, ഇന്ത്യൻ മാർഷൽ ആർട്സ് ആണ് താങ് ത, മണിപ്പൂർ മാർഷൽ ആർട്സ്. അതിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലെ ഓൾ ഇന്ത്യ ബേസ് ആയിരുന്നു ചാമ്പ്യൻഷിപ്പിൽ. അത് കേരളത്തിന്റെ ടീം ക്യാപ്റ്റൻ ഞാനായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ മാർഷൽ ആർട്സിന്റെ അകത്ത് ഒരു ബ്രോൺസ് മെഡൽ എനിക്ക് ലഭിക്കുന്നത്. അതായത് താങ് ത എന്ന് പറയുന്നത് നമ്മൾ അന്ന് കൊങ്കൺ റവ്യൂ ഒന്നും ഇല്ല. മദ്രാസ്, ആന്ധ്ര, ഒറീസ, കൽക്കത്ത, ആസാം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൽവേ കഴിഞ്ഞ് ഗുവാഹത്തിയിലേക്ക്, അവിടുന്ന് ഒരു ദിവസം ഫുള്ള് നാഗാലാൻഡ് പോയി, ചൈനേന്റെയും ബർമേന്റെയും അടുത്ത്, അതായത് മണിപ്പൂർ തലസ്ഥാനമായ ഇൻഫാലിൽ നിന്നും ദൂരെ പോയി അവിടെ ഒരു മാസത്തോളം താമസിച്ച് ട്രെയിൻ ചെയ്ത് അവിടുത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് എനിക്ക് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട് താങ് ത. അതുകൂടാതെ ഞാൻ തൈക്കണ്ടോ എന്ന കൊറിയൻ മാർഷൽ ആർട്സ് കുറച്ച് പരിശീലിച്ചിട്ടുണ്ട്. ജപ്പാന്റെ തന്നെ കുബുഡോ വെപ്പൻസിന്റെ ആണ്, ഇവിടുത്തെ കളരി പോലെ തന്നെയുള്ള വെപ്പൻസ് ആണ്. അപ്പോൾ വെപ്പൻസിന്റെ കുബുഡോ പരിശീലിച്ചിട്ടുണ്ട്. തായ്ച്ചി എന്ന ഒരു മാർഷൽ ആർട്സ് ഉണ്ട്, അത് പഠിച്ചിരുന്നു. കുംഫു, മൻസൂരിയ കുംഫു, അതുപോലെ തന്നെ ഷാവുലിൻ കുംഫു എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല മാർഷൽ ആർട്സ് കൂടി പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ ആയോധന കലകൾ പഠിക്കുന്നതിനെ പറ്റി കളരിയിലൊക്കെ ഉണ്ടാവും, അത് കുടുംബപരമായ കളരിയിലൊക്കെ പഠിക്കുന്നുണ്ടാവും, ചില മിഥ്യാധാരണകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ സാറിന് വരില്ല, നാണം കൊണ്ട് വീട്ടിലിരിക്കാൻ. ഇപ്പം അങ്ങനെയല്ലോ, സ്ത്രീകൾ പെൺകുട്ടികൾ പഠിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് പഴയ കാലഘട്ടത്തിൽ സാറ് പറഞ്ഞ് വളരെ കറക്റ്റാ. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അതായത് കല്യാണം കഴിച്ചാൽ സന്താന ഭാഗ്യം ഉണ്ടാവില്ല, സൗന്ദര്യം കുറഞ്ഞു പോകും, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ കാലം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം കൂടുതലും സ്ത്രീകളാണ് ഈ കടന്നു വരുന്നത്. ഇതിൻ്റെ അകത്ത് സ്ത്രീകളാണ് ശരിക്കും കരാത്തെ പഠിക്കേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിർഭയമായ രീതിയിൽ യാത്ര ചെയ്യാനും ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളും ആക്രമണങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ മാഹിയിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും പെൺകുട്ടികൾക്ക് കരാത്തെ പരിശീലിക്കാനുള്ള ഒരു സ്കീമുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണ്. അത് എത്രയോ വർഷമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുകയാണ് പെൺകുട്ടികൾക്ക് മാത്രം. അപ്പൊ ഓരോ വർഷവും ശരിക്കും കരാത്തെ എന്ന മാർഷൽ ആർട്സ് പഠിച്ച് ഇറങ്ങി വരുന്ന കുട്ടികളാണ്. പെൺകുട്ടികൾ ഇന്നത്തെ സൂക്ഷിക്കണം, പൂച്ചേനെ പോലെ ഉണ്ടാവുക. കരാട്ടെ പഠിച്ച കുട്ടികൾ പെട്ടെന്ന് ആക്രമണം വരുമ്പോൾ അത് പെട്ടെന്ന് പുലി പോലെ ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും പഴയ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യാസമായി പെൺകുട്ടികൾ ഈ രംഗത്ത് കടന്നു വരുന്നത്. ഇനിയും ശരിക്കും സ്ത്രീകൾ കൂടുതൽ ഇതിൽ ശ്രദ്ധിച്ചും കടന്നു വരികയും ചെയ്യാണ് വേണ്ടത്, അല്ലേ? തീർച്ചയായും. അതെ.
6 മാസമായി കരാട്ടെ പഠിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുമോയെന്ന്. പക്ഷെ എല്ലാവരും സാറായാലും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടും കൊണ്ട് കണ്ണൂർ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റിൽ ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചു. ഇനി അടുത്ത മാസം 14th 15th നടത്തുന്ന സംസ്ഥാന കരാട്ട ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. ഈ കരാട്ട ഒരു എക്സസൈസ് മാത്രമല്ല, അതിനുപുറം നമുക്ക് കോൺഫിഡൻസ് ആയാലും പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ആയാലും വർദ്ധിക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് സെൻസൈ ജിയോൺ വിനോദ്. കഴിഞ്ഞ 10-16 വർഷമായി സ്പോർട്സ് കരാട്ടെ ഡോ അക്കാഡമി ഓഫ് ഇന്ത്യയുടെ കീഴിൽ സെൻസൈ വിനോദ് കുമാറിൻ്റെ കീഴിൽ ഞാൻ കരാട്ടെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ ഡിസ്ട്രിക്ട് മത്സരത്തിലും ഒരു പ്രാവശ്യം സ്റ്റേറ്റിലും പല സ്റ്റേറ്റിൽ നടന്നു വരുന്ന നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം വലിയൊരു ശിഷ്യ സമ്പത്തുണ്ട്. ഈ ശിഷ്യന്മാരൊക്കെ ഇന്ന് ഏതൊക്കെ നിലയിൽ വരെ വളർന്നു പോയിട്ടുണ്ട്? അത് ഇപ്പൊ അടുത്ത് തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ശിഷ്യനായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഏകദേശം 10ഓളം പേര് വിദേശത്ത് സ്വന്തമായി ക്ലാസ് എടുക്കുകയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വർക്ക്. കഴിഞ്ഞ ആഴ്ച ഒരാൾ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഖത്തറിൽ 2-3 ഇൻസ്ട്രക്ടർമാർ ഈ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദുബായിൽ, UAE എൻ്റെ ശിഷ്യൻ UAE കരാട്ടെ ഫെഡറേഷനിൽ പോലും മെമ്പർ ആയിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പ് ഒക്കെ എവിടെ വരുമ്പോൾ അവരായിരുന്നു അതിന്റെ ഓർഗനൈസിങ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കരാട്ടെ ഇൻസ്ട്രക്ടർ ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എൻ്റെ ഡയറക്റ്റ് ശിഷ്യന്മാർ. ഇപ്പൊ നമ്മുടെ കേന്ദ്ര സ്ഥാപനം നടക്കുന്ന മാഹിലല്ലേ? അതെ മാഹില്. അവിടെ താങ്കൾ തന്നെയാണോ ഇപ്പോഴും ഇൻസ്ട്രക്ടർ? ഞാൻ മാഹില് ക്ലാസ്. അവിടെ എത്ര വിദ്യാർത്ഥികളുണ്ട്? ഏകദേശം ഒരു 300ഓളം സ്റ്റുഡൻസുകൾ നമ്മളെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമുണ്ട്. സ്കൂൾ ബേസ് നോക്കുമ്പോൾ ഏകദേശം 500-ൽ കൂടുതൽ പെൺകുട്ടികൾ കരാട്ടെ എൻ്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ വേറെ ടീച്ചേഴ്സ് ഉണ്ടോ പഠിപ്പിക്കുന്ന? എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഇൻസ്ട്രക്ടർമാർ, ലേഡി ഇൻസ്ട്രക്ടർമാരുണ്ട്. അല്ലാത്തവരും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ക്ലാസ് എടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ചൊക്ലി, കവിയൂര്, അതുപോലെ തന്നെ പിന്നെ മാഹി തലങ്ങൾ, അങ്ങനെ ഈ ഏരിയയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ച്. അവിടെയൊക്കെ നമ്മളിരുന്ന് പഠിച്ചു പോയി സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ്. പറയുന്നു ഈ മാർഷൽ ആർട്സ് ഏതായാലും ശരി, പ്രായം വലിയൊരു ഘടകമാണെന്ന് പറഞ്ഞു. ചെറുപ്പത്തിലെ പഠിച്ചാൽ നല്ലത്, അത് നമുക്കും അറിയാം. അത് ശരിക്കും ഒരു പ്രായം ഘടകമാണോ? അല്ല, അത് നല്ലൊരു ചോദ്യമാണ്. കരാത്തയിൽ എല്ലാവരും കരുതുന്നത് അങ്ങനെയാണ്. കരാത്തെ എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ്. കരാട്ടയിൽ ഏജ് ലിമിറ്റഡ് ഇല്ല. അത് ഏറ്റവും ഉദാഹരണം ഒരു 56 വയസ്സുള്ള ഒരു LIC ഏജന്റാ. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. കരാട്ടയിൽ ഏജ് ലിമിറ്റ് ഇല്ല. കരാട്ടെ പരിശീലനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കരാട്ടയിൽ ആദ്യം പരിശീലിക്കുന്നത് മെഡിറ്റേഷൻ ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ചിട്ടയായ വ്യായാമങ്ങൾ. വ്യായാമം പറയുമ്പോൾ കരാട്ടയിൽ ഹാർഡ് ട്രെയിനിങ് ആണെന്ന് വിചാരിക്കുക. അതിപ്പോ ചാമ്പ്യൻഷിപ്പിനോ എന്തെങ്കിലും കോമ്പറ്റീഷൻ്റെ അകത്ത് പോകുമ്പോൾ അവർ ഹാർഡ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടാവും. അല്ലാത്ത രീതിയിൽ ബ്രെയിൻ ഉൾപ്പെടെ കൂടുതൽ ഓക്സിജൻ എത്തിക്കുന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായും ലളിതമായും ചെയ്യുന്ന വ്യായാമങ്ങളാണ്. അത് കഴിഞ്ഞാലാണ് സെൽഫ് ഡിഫൻസിലേക്ക് പോകുന്നത്. അപ്പോൾ ധ്യാനം, മെഡിറ്റേഷൻ, ചിട്ടയായ വ്യായാമം, സ്വയം രക്ഷ, ഇതൊക്കെ അടങ്ങിയ വളരെ തത്വാധിഷ്ഠിത പരിശീലന ക്രമമുള്ള ഒരു മാർഷൽ ആർട്ട്, ആയോധന കലയാണ് യഥാർത്ഥത്തിൽ. കരാട്ടെ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആക്രമണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പഠിക്കുന്ന വിചാരിക്കുക. പക്ഷെങ്കിൽ ഈ രീതിയിലുള്ള പരിശീലനമാണ്. ഈ രീതിയിൽ പരിശീലിക്കുമ്പോൾ മാനസികമായിട്ടുള്ള കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ ചെയ്യുന്നതോട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം ഉയരുന്നു. ഈ മെഡിറ്റേഷനിലൂടെ കിട്ടുന്നത് കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. വ്യായാമത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മൾ ജീവിതത്തിന് വേണ്ടി നെട്ടോട്ട് കൂടുകയാണ്. പക്ഷെ ഒരു അരമണിക്കൂർ നമ്മൾ ശരീരത്തിന് വേണ്ടിയിട്ട് വ്യായാമം ചെയ്യാനുള്ള സമയമില്ല. അതിന് മാത്രം. അപ്പോൾ ദിനചര്യയിൽ വ്യായാമത്തിനെ ഉൾപ്പെടുത്തി രോഗമില്ലാത്ത ശരീരം, രോഗവിമുക്തമായ ഒരു ശരീരം യഥാർത്ഥത്തിൽ കരാത്തയിൽ പ്രതിദാനം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സെൽഫ് ഡിഫെൻസ്. ഇതെല്ലാത്തെ മാർഷൽ ആർട്സിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായിരുന്നു.
നിങ്ങൾക്ക് മെഡിറ്റേഷൻ ക്ലാസ്സിന് പോവാം, അവിടെ കിട്ടും. മറ്റുള്ള ഈ വ്യായാമ ക്ലാസ്സിന് പോവാം. സെൽഫ് ഡിഫെൻസും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഈ പാക്കേജ് യഥാർത്ഥ മാർഷൽ ആർട്സിൽ മാത്രമാണ്. മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ ഒരു മെന്റൽ പവർ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടികൾ ഇത് പഠിക്കണം എന്നല്ലേ. നിർഭയമായ രീതി യാത്ര ചെയ്യാനും ഏത് പ്രതിസന്ധികൾ അതിജീവിക്കുക. ഏത് പ്രതിസന്ധി എന്ന് പേര് മനസ്സിലാക്കുമ്പോൾ അപ്പം നമ്മൾ മനസ്സ് പോകുമ്പോൾ വിചാരിക്കുക കരാട്ടയിൽ ഏത് പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആക്രമണം വരുമ്പോൾ ആണ്. അല്ല, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികൾ, നമ്മൾക്ക് ഉണ്ടാകുന്ന പല പ്രതിസന്ധികൾ ഉണ്ടാവുമല്ലോ, അറ്റേക്ക് അല്ലാത്ത ആ പ്രതിസന്ധികളെയും കൂടി അതിജീവിക്കാൻ മാർഷൽ ആർട്സിന് കഴിയും. മാനസികമായ സമ്മർദ്ദങ്ങളെ കൂടെ ചേർക്കാൻ കഴിയുന്നുണ്ട്. മാർഷൽ ആർട്സ്. പിന്നെ ഇത് പഠിച്ച് വരുമ്പോൾ ഒന്നിനെയും ആക്രമിക്കാനുള്ള ഒരു വാസന ഉണ്ടാവില്ല. ഒരു ജീവിയെ പോലും ആക്രമിക്കാൻ പറ്റാത്ത തലങ്ങളിലേക്ക് ഉയർന്നു വരിക ചെയ്യുക മാർഷൽ ആർട്സ് പഠിക്കുന്ന ഒരാൾ. ഇതൊരു ചോദ്യമാണ്. ഈ നമ്മുടെ സിനിമയിൽ പല എല്ലാ സിനിമകളും ചിത്രീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വില്ലൻ കഥാപാത്രങ്ങൾ കരാട്ടേഴ്സായി, അവർ കരാട്ട പഠിച്ചവരായിരിക്കും, അവർ അഭ്യാസം പഠിച്ചവരായിരിക്കും. ആ ഒരു വില്ലൻ സ്വഭാവം നായകൻ അവസാനം ജയിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ല, വില്ലന്മാരെല്ലാം കരാട്ടയും ഇത്ര ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമായിരിക്കും. അതൊരു കരാട്ടനെ അല്ല കളരീനെ അവഗണിക്കുന്നതിന് തുല്യമല്ലേ? ഇത് ഞാൻ ഇതിനെ പറ്റി ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഒരു കണ്ണൂർ ജില്ലാ കരാട്ട അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് സാറ് പറഞ്ഞ പോലെ പത്രത്തിൽ കാണാതെ കരാട്ടെ എന്തെങ്കിലും ക്രിമിനൽ ആയിട്ടുള്ള കേസിന്റെ ഒരു ഭാഗമായി അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ കരാട്ടെ ഷമീർ, കരാത്തെ അശോകൻ, കരാത്തെ സെബാസ്റ്റ്യൻ എന്നൊക്കെ കാണാം. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് ഇവരൊക്കെ കരാട്ടെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പോയിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. കരാട്ടയായിട്ട് പുലബന്ധം പോലും ഉണ്ടായി ഇവർക്ക്. അപ്പൊ കരാട്ടെ എന്നുള്ള രീതിയിൽ ആക്കിയെടുക്കണം. എന്തെങ്കിലും ഒരു ആക്ഷൻ ഒരു നായകൻ ചെയ്യുമ്പോൾ അത് കരാട്ടെ എന്ന് തോന്നിയാണ്. കരാട്ടെ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ വളരെ താത്വികമായിട്ട് ഒരു പഠിക്കുന്ന ഒരു ആർട്ടാണ്. അത്തരം ആർട്ട് പഠിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീവിയെ പോലും ആക്രമിക്കാനുള്ള ഏതെങ്കിലും ഒരു ആക്രമണം വരുമ്പോൾ അതിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോയി തീരെ രക്ഷയില്ല, നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന രീതിയിലേക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു മാർഷൽ ആർട്സ് പഠിച്ചാൽ ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കരാട്ടയിൽ ഒരു ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ടല്ലോ, ഒന്നോ രണ്ടോ? അതെ അതെ. അതിനെക്കുറിച്ച് അത് ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ ഇതെല്ലാം തരുന്നത് പോലെ തന്നെയുള്ള ഒരു ബഹുമതിയാണ്. അതായത് എനിക്ക് നമുക്ക് കേരള മുഖ്യമന്ത്രി എനിക്ക് അവാർഡ് ഉപഹാരങ്ങളും കിട്ടിയിട്ടുണ്ട്. പോണ്ടിച്ചേരി മുഖ്യമന്ത്രിന്റെ എനിക്ക് ഉപഹാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോവ ഗവർണറിൽ നിന്ന് എനിക്ക് ഉപഹാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്രാസ് ഹൈക്കോർട്ട് സീനിയർ ജഡ്ജി ആയിട്ടുള്ള അവരുടെ അടുത്ത് ഒരു യൂണിവേഴ്സിറ്റി ഒരു അവാർഡായിട്ടുള്ള എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊരു ഡോക്ടറേറ്റ് ആയിട്ട് കണക്കൂട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു അവാർഡായിട്ട് ഞാൻ സ്വീകരിച്ചെന്നല്ലാതെ അതിൽ ഞാൻ ഡോക്ടറേറ്റ് എന്നുള്ള രീതിയിൽ ഞാനായിട്ട് എവിടെയും വെക്കാറില്ല. പക്ഷെ എങ്കിലും ഒരു ബഹുമതിയാണ്. അങ്ങനെ എത്രയോ പേർക്ക് ഓണറബിൾ ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഇങ്ങനെ കിട്ടിയതിൻ്റെ അകത്തുള്ള ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ ഇപ്പോഴും നമ്മുടെ ഈ ശിഷ്യഗണങ്ങളുമായിട്ടുള്ള ഗ്രൂപ്പും അങ്ങനെയൊക്കെയുള്ളൊരു കൂട്ടായ്മ ഇപ്പോഴും ഉണ്ടോ? ഈ ലോകത്തും എമ്പാടും ലക്ഷക്കണക്കിന് ശിഷ്യന്മാരുള്ള ഒരാൾക്ക് അങ്ങനെ ഗ്രൂപ്പും അതൊക്കെ ഉണ്ടാവില്ല? അത് പല സാറ് പറഞ്ഞത് വളരെ കരാട്ടയിൽ അത് കുറച്ച് കൂടുതലാണ്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഇതേപോലെ കേരളത്തിൽ പല ജില്ലകളിലും ഓരോ ചീഫ് ഇൻസ്പെക്ടർമാരുണ്ട്. അത് പിന്നെ ഡയറക്റ്റ് ബന്ധമുള്ളത് എല്ലാത്തവരും എൻ്റെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എന്നോട് പറയാണ്ട് മാഷെടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പുറത്തു പോകാൻ തോന്നാറില്ല. അവർ വളരെ അച്ചടക്കത്തോട് കൂടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ. അങ്ങനെ ഒരു പ്രതിസന്ധി പല മാസ്റ്ററുകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ ഈ 39 വർഷമായി ഞാൻ ക്ലാസ് എടുക്കുന്നത് എനിക്ക് അത്തരം ഒരു ഇത് വന്നിട്ടില്ല. ഞാൻ അവരെയൊക്കെ വളരെ റെസ്പെക്റ്റോടുകൂടി എന്നെ അതിലുപരി റെസ്പെക്റ്റോടുകൂടിയാണ് കാണുന്നത്. ഞാൻ ചോദിച്ചത് ഈ ഗ്രൂപ്പെല്ലാം ഇപ്പോഴും നമ്മുടെ കയ്യിലില്ല, ഈ ഉണ്ടല്ലോ. അതാണ് അസോസിയേഷൻ കൂട്ടായ്മയൊക്കെ ഉണ്ടാവാറുണ്ടോ? അത് സൗന്ദര്യം അറിയാൻ വേണ്ടി. അതെ അതെ അതെ. അതിന്റെ ഒരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകാറുണ്ട്. വിളിച്ച് ചേർക്കാറുണ്ട്, യോഗം കൂടാറുണ്ട്, ചാമ്പ്യൻഷിപ്പും സെമിനാറും ഒക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്, പല ഉപദേശങ്ങളും അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ ആ രീതി നന്ന രീതിയിൽ നമ്മൾ അസോസിയേഷൻ പോകുന്നു. നമ്മുടെ ഈ പോലീസ് തലത്തിലൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ശിഷ്യന്മാരായിട്ടുണ്ടാവില്ലേ? അതല്ല പോലീസ് മാത്രമല്ല, പല പോലീസിന് ഇപ്പോൾ തലശ്ശേരിയിലൊക്കെ ഞാൻ ട്രെയിനിങ് സൗജന്യമായിട്ട് പോലീസിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് പല മേഖലയുള്ളവരും, ഡോക്ടർമാരായാലും ശരി, പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ശരി, പല മേഖലകളിലും എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിയും. അതെ 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 അതെ. ഞാൻ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഈ കരാട്ടയിൽ പല അസോസിയേഷനുകളും ഉണ്ടല്ലോ.
അല്ലെങ്കിൽ പല വിങ് ഉണ്ടല്ലോ, അതിൽ താങ്കൾ ഏത് അസോസിയേഷൻ ആയിട്ടാണ്? നമ്മൾ രണ്ടും ഇന്റർനാഷണൽ ലെവലിൽ അംഗീകൃതമായിട്ടുള്ള ഒരു അസോസിയേഷനിലാണ് ജോയിൻ ചെയ്തത്. സ്റ്റൈൽ ബേസ് പറയുമ്പോൾ നമ്മുടെ വേൾഡ് ലെവൽ അഫിലിയേഷൻ ഉള്ളതാണ്. എൻ്റെ വേൾഡ് ഗ്രാൻഡ് മാസ്റ്റർ കൈച്ചോ തെക്കേ നാനാഘോഷി ജപ്പാനിലാണ്. അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് നേഷൻ ചീഫായിട്ടും സൗത്ത് ഏഷ്യൻ ചീഫായിട്ട് അൻഷി കൽപേഷ് മഗവാന എന്ന് പറഞ്ഞ ഗുജറാത്തിലെ ഒരു മാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഞാൻ കേരളത്തിന്റെയും അതുപോലെ തന്നെ പോണ്ടിച്ചേരിന്റെയും ചീഫ് ഇൻസ്പെക്ടറാണ്. ഡയറക്റ്റ് എനിക്ക് പിന്നെ ഖത്തറിലും UAE-യിലും അതുപോലെ തന്നെ ബഹ്റൈനിലുള്ള അഫിലിയേഷനും ഉണ്ട്. അതുകൂടാതെ ഈ അസോസിയേഷൻ ബേസിൽ കൂടുമ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അതിന്റെ അഫിലിയേഷൻ ഉള്ള അതിൽ മെമ്പർ ആയിട്ടുള്ള കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുണ്ട് ഇന്ത്യയിൽ. അത് WKF അംഗീകരിച്ചാണ്. അതിൽ ഒരു മെമ്പറാണ് നമ്മൾ. അതിലും എൻ്റെ മാഷ അതുപോലെ തന്നെ അതിന്റെ സ്റ്റേറ്റ് സംഘടനയായ കരാത്തെ കേരള അസോസിയേഷൻ, അതിന്റെ ജില്ലാ സംഘടനയായിട്ടുള്ള കണ്ണൂർ ഡിസ്ട്രിക്ട് കരാട്ടെ അസോസിയേഷൻ, പ്രോപ്പർ ചാനൽ കണ്ണൂർ ഡിസ്ട്രിക്ട് കരാട്ടെ അസോസിയേഷൻ, കരാത്തെ കേരള അസോസിയേഷൻ, കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻസ്, വേൾഡ് കരാത്തെ ഫെഡറേഷൻ. ഇതാണ് ഇതിന്റെ പ്രോപ്പർ ചാനൽ. അതിൽ മെമ്പറാണ്. അതല്ലാതെ കുറെ കള്ളനാണയങ്ങൾ പുറത്തുണ്ടല്ലേ? അത് ഓരോ ഇൻസ്ട്രക്ടർമാർക്ക് ഉള്ള താല്പര്യം പോലെയാണ്. അതായത് ചിലവര് ഈ കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷനകത്ത് മെമ്പർഷിപ്പ് എടുക്കില്ല, അവർക്ക് വേറൊരു അസോസിയേഷൻ ഉണ്ടാകാം. അത് ഓരോ അവരുടെ ചോയ്സ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം WKF ആണ് വേൾഡിലെ ഏറ്റവും വലിയ ഒരു കരാട്ടെ സംഘടനയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ WKF-ന്റെ അണ്ടറിലെ അംഗീകൃതമാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകാരം. ഈ അംഗീകരിക്കാത്ത, ഇപ്പൊ ഞാൻ പറയാം, എല്ലാവരും കൂടെ ഒരു സംഘടനയുടെ കീഴിൽ വന്ന അംഗീകരിക്കപ്പെട്ട ഒരു സംഭവത്തിന്റെ കീഴിൽ വന്നാൽ നന്നായെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് നന്നായിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ലോകമുള്ളവരെ അത് നടക്കുന്നു തോന്നുന്നില്ല. എല്ലാ സംഘടനയിലെ പോലെ തന്നെ കരാട്ടയിലും വിവിധ തരം സംഘടനകളുണ്ട്. അതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. അവര് അതിന്റെ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പല സംഘടനകളുണ്ട്. അവര് ജില്ലാ ചാമ്പ്യൻഷിപ്പ് വെക്കുന്നുണ്ട്, സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് വെക്കുന്നുണ്ട്, വേൾഡ് ലെവലിൽ ചാമ്പ്യൻഷിപ്പ് വെക്കുന്നുണ്ട്, കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവര് നമ്മളിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അവരിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല. കണ്ടാലും സംസാരിക്കുന്ന നല്ല സൗഹൃദ ബന്ധമാണ് കരാട്ടെ മാഷുമാർ എല്ലാവരും. അസോസിയേഷൻ ഒന്നും രണ്ടും അല്ല, ഒട്ടനവധി അസോസിയേഷൻ ലോകത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അങ്ങനെ വിവിധ സംഘടനകളായിട്ട് പരന്നു കിടക്കുന്ന. പക്ഷെ എല്ലാവരും പഠിപ്പിക്കുന്ന കരാട്ടെയാണ്. ബേസിക്കൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ചോടും കാര്യങ്ങളും പഞ്ചും കിക്കും ഒക്കെ ഒരു സംബന്ധം. ഇപ്പൊ കരാട്ടയിൽ ബേസിക് ആയിട്ട് ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടി പിന്നെ ആദ്യം ഏതൊക്കെ ആയിരിക്കും പഠിക്കുക? ഈ പറഞ്ഞ മെഡിറ്റേഷൻ ആണോ? നമ്മൾ ആദ്യം കുട്ടീനെ പഠിപ്പിക്കുന്നത് ശരിക്കും ഇങ്ങനെ ബോ ചെയ്യുന്നതാണ് കരാട്ടയിൽ. എത്രത്തോളം ഇങ്ങനെ താഴാൻ പറ്റുന്നുവോ അത്രത്തോളം നമ്മൾ മുകളിലോട്ടും പൊന്താനും പറ്റും. വീണ്ടും നമ്മൾ എത്രത്തോളം ഇങ്ങനെ താഴാൻ പറ്റുന്നുവോ നമുക്ക് അത്രത്തോളം മുകളിലോട്ട് പൊന്താൻ പഠിപ്പിക്കുന്നതാണ് ആദ്യം ബോ എന്ന് പറയുന്നത്. ഓസ് എന്ന് പറയും. അതെ. എത്രത്തോളം ഒരാളോട് വിനയത്തോടു കൂടി പെരുമാറുന്നുവോ അത്രത്തോളം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നതാണ് ആദ്യം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. അതിന്റെ മീനിങ് യഥാർത്ഥത്തിൽ അതാണ് ബോ ചെയ്യുന്നത്. അത് ഷോമിനിറെ എന്ന് പറയും. ബോ ടു ദ നേരെ നോക്കി വണങ്ങുക. ഡായി സെൻസൈനി റേ എന്ന് പറയും, ജപ്പാൻ വേർഡാണ്. ബോ ടു ദ ഗ്രാൻഡ് മാസ്റ്റർ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഡോജോ റേ എന്ന് പറയും. ഡോജോ എന്ന് പറഞ്ഞാൽ നമ്മളെ കരാത്തെ ക്ലാസ്സിന് ഡോജോ റേ, ബോ ടു ദ ക്ലാസ്സിനെ വന്നിക്കുക എന്ന് പറയും. സെൻസായി മീനിങ് ടീച്ചർ. മിനിമം 3rd ഡിഗ്രി എടുത്താളെ സെൻസി എന്ന് പറഞ്ഞാൽ BEd എടുത്ത പോലെയാ പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യത. സെൻസാനി റേ, ബോ ടു ദ ടീച്ചർ, ഗുരുവിനെ വന്നിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കരാട്ടെ ക്ലാസ് തുടങ്ങുന്നത്. ഈ കരാട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചിടത്തോളം ശൂന്യമായ കരം എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടിട്ടുണ്ട്. പക്ഷെ കരാട്ടയിൽ ചില ആയുധങ്ങളുണ്ട്. ഇപ്പൊ നഞ്ചക്ക് പോലത്തെ ചില ആയുധങ്ങളുണ്ട്. അത് ഏതൊക്കെ ആയുധങ്ങളുണ്ട്? കരാട്ടയിൽ ഒരിക്കലും വെപ്പൻസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കുബുഡോ എന്ന് പറഞ്ഞ ഒരു മാർഷൽ ആർട്സ് ഉണ്ട്, ജപ്പാന്റെ തന്നെ ആയോധന കലയാണ്. അതിലാണ് ഈ നെഞ്ചക്കും കാര്യങ്ങളൊക്കെ വെപ്പൻസ് ഒക്കെ പഠിക്കും. കരാട്ടെ സാറ് പറഞ്ഞ പോലെ എംപ്റ്റി ഹാൻഡ്, വെറും കൈ, ശൂന്യമായ കൈ, വിത്തൗട്ട് വെപ്പൻസ്. അതാണ് കരാട്ടേന്റെ പ്രത്യേകത. നമുക്ക് ഇന്നിപ്പോ ഒരു സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്ഥലത്ത് കോമ്പറ്റീഷനോ പോകുമ്പോൾ നമുക്ക് ഈ വെപ്പൻസിൽ ഒരുപാട് മാർഷൽ ആർട്സ് ഉണ്ട്. വാളുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വെപ്പൻസ്. അതൊന്നൊക്കെ എടുത്ത് പഴയ കാലഘട്ടം പോലെ ഇന്ന് നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. മാരകായുധം എന്ന് പറയൂലേ, അതിനിപ്പോ കുറെ പ്രൊസീജിയർ ഉണ്ട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. കരാട്ടെ എന്ന് പറയുന്നത് നമ്മളെ ശരീര ആയുധങ്ങളാക്കി
മാറ്റുന്ന രീതിയാണ്. പക്ഷെ സാറ് പറഞ്ഞ പോലെ കരാട്ടെ പഠിച്ച ആളെല്ലാം ഈ നെഞ്ചക്കും അതുപോലെ പഠിച്ചിട്ടുണ്ട്. ഇത് ഒരു ജ്യേഷ്ഠൻ അനുജനെ പോലെയാണ്. കരാട്ടെ പഠിച്ചാൽ കുറച്ച് ഈ വെപ്പൻസിന്റെ മാർഷൽ ആർട്സും കൂടി കുബുട പരിശീലിച്ചിട്ടുണ്ടാവും മിക്ക ആൾക്കാർ. ഞാനും കുബുട പഠിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നെഞ്ചക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കരാട്ടെ ആയിട്ട് ബന്ധമില്ല. അവർ യൂണിഫോമേ വേറെയാ. ചില ആൾ ബ്ലാക്കും ബ്ലാക്ക് ഇടും, ചില ആൾ ബ്ലാക്ക് ഷർട്ടും വൈറ്റ് പാന്റും ആയിരിക്കും. കുബുടോന്റെ യൂണിഫോമും അസോസിയേഷനും എല്ലാം വേറെ തന്നെയാണ്. നമ്മുടെ ഈ പിന്നെ ഇപ്പം താങ്കൾക്ക് അറിയാവുന്നതിൽ അവസാനമായിട്ടൊരു ചോദ്യം, കരാട്ടെ ഗുരുവായിട്ടിരിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരാളെ പരിചയപ്പെടുത്താമോ ആരെങ്കിലും? അത് എൻ്റെ അറിവിലുള്ള ആൾക്കാരൊക്കെ ഇപ്പം മരണപ്പെട്ടു പോയി. റെഡ് ബെൽറ്റുകാരൻ ഉണ്ടായിരുന്നു കരാട്ടെ, ലോകത്തിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു കരാട്ടെ മാസോയാമ എന്ന് പറയും. അദ്ദേഹം മരണപ്പെട്ടു പോയി ഇപ്പം അടുത്ത്. റെഡ് ബെൽറ്റ് ആയിരുന്നു, ജപ്പാനായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഷോട്ടോക്കാൻ്റെ ഫൗണ്ടർ ഉണ്ടായിരുന്നു വളരെ വർഷങ്ങൾ മുന്നേ. അത് ഷോട്ടോക്കാൻ നമ്മൾ അതിൻ്റെ ഫൗണ്ടറാണ്, ഗിജിൻ ഫുനാഗോച്ചി എന്ന് പറയും. അപ്പം എൻ്റെ അറിവിലിപ്പോൾ ഏകദേശം കേരളത്തിലല്ലോ ഒരുപാട് ഒരേ ഏജ് കാറ്റഗറിയിലെ ഒരുപാട് മാസ്റ്റേഴ്സ് ഇന്നും കരാട്ടെ പഠിച്ചു. 70, 72, 80, 85 വയസ്സുള്ള ആൾ പോലും കരാട്ടെ ഇൻസ്ട്രക്ടർ ആയിട്ട് ഒക്കെ ഇപ്പം സേവനം അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ചെറിയ കുട്ടി കരാട്ടെ പരിശീലിക്കുന്ന ഒരു ചെറിയ കുട്ടിന്റെ എത്ര വയസ്സുണ്ടാവും? നമ്മളെ അടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു LKG മുതലേ ഇപ്പം കരാട്ടെ LKG UKG പഠിക്കുന്ന കുട്ടികൾ വരെ ഇന്ന് യെല്ലോ ബെൽറ്റ് കിട്ടിയ കുട്ടികളുണ്ട്. യെല്ലോ ബെൽറ്റ് കിട്ടിയ അതെ അതെ ചെറിയ ഒരു മോളുണ്ട്. വളരെ ശോഭനമായ ഒരു സംസാരം. അതെ അതെ, വളരെ ചെറുപ്പക്കാരനോട് ഊർജ്ജസ്വലതയോടെ സംസാരിക്കുന്ന, മനോഹരമായിട്ട് ചിരിക്കുന്ന, ഭാവിയുടെ ഒത്തിരി കുരുന്നുകളെ ഇനിയും വാർത്തെടുക്കാമെന്ന് പ്രതീക്ഷയുള്ള ഒരാളോട് ഇതുവരെ സംസാരിച്ചതിൽ വളരെ സന്തോഷം. വളരെ നന്ദി സാർ. കാണാം. നമസ്കാരം.